ദീപികയെ പിടിച്ചെടുക്കാൻ നോക്കിയ ഫാരിസ് അബൂബക്കർ ഇന്ന് കേരളത്തിന്റെ നിഴൽ മുഖ്യമന്ത്രിയും. സ്വപ്നയുടെ 164 വെളിപ്പെടുത്തലിനോട് അനുബന്ധിച്ചുള്ള ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ PC ജോർജിനെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ തട്ടിപ്പ് കേസിലെ നായിക നൽകിയ ലൈംഗിക പീഡന ആരോപണ കേസിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോലീസ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ പോലീസ് കൃത്യനിർവഹണം എന്ന വിശേഷണത്താൽ ഗിന്നസ് റെക്കോർഡ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമെന്ന് വേണമെങ്കിൽ ആ അറസ്റ്റിനെ വിശേഷിപ്പിക്കാം. പരാതി ലഭിച്ച് 1 മണിക്കൂറിനുള്ളിലാണ് കേരള പോലീസ് PCയെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ 2 ആഴ്ച മുമ്പ് സംഭവിച്ചതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ PC പുഷ്പം പോലെ ജാമ്യം നേടി പുറത്തു വന്നു. പക്ഷേ ജാമ്യം നേടി പുറത്തു വന്ന PC കേരളത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാരെ എന്നല്ല സഖാക്കളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. അതിൽ ഏവരും ഞെട്ടിയത് കളങ്കിത ഭൂമി കച്ചവടക്കാരനായ ഫാരിസ് അബൂബക്കറുമായുള്ള മുഖ്യമന്ത്രിയുടെ അവിശുദ്ധ ഇടപാടുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. മുഖ്യമന്ത്രി അടുപ്പിച്ചടുപ്പിച്ച് ഇടയ്ക്കിടെ അമേരിക്കയിൽ ചികിത്സയിൽ പോകുന്നത് ഏത് രോഗത്തിന് വേണ്ടി ചികിത്സിക്കാനാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതുവരെയും കേരളത്തിലെ സാധാരണക്കാർക്ക് അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ യാത്രകളിലെല്ലാം സഹധർമ്മിണി കമല കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഖ്യമന്ത്രിയെ അനുയാത്ര ചെയ്യാറില്ല. പക്ഷേ ഇന്നലെ PC പത്രക്കാരോട് പറഞ്ഞത് ആരും അറിയാതെ തൊട്ടു പിന്നാലെയോ തൊട്ടു മുമ്പോ വീണ വിജയനും പോകും. മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയൊരു സാമ്പത്തിക റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും അതിന്റെ മുഖ്യ ആസൂത്രകൻ ഫാരിസ് അബൂബക്കർ ആണ് എന്നുമാണ് PC ആരോപിക്കുന്നത്. പണ്ട് VS അച്യുതാനന്ദന്റെ വെറുക്കപ്പെട്ടവനെന്ന വിശേഷണം ഏറ്റുവാങ്ങിയ കുപ്രസിദ്ധനായ ബിസിനസ്സുകാരൻ പിണറായിയെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഫാരിസ് അബൂബക്കറിനെ കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവന്ന് PC ജോർജ് കളം നിറഞ്ഞ് ആടുകയാണ്. പിണറായിയും CPMുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വിവാദ കച്ചവടക്കാരനായ ഫാരിസ് അബൂബക്കർ എന്ന കാര്യം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സ്വദേശിയായ ഫാരിസ് പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം ചെന്നൈയിൽ തുകൽ ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടത്തി 30 വയസ്സ് എത്തും മുമ്പേ ശതകോടീശ്വരനായി മാറിയ ആളാണ്. അയാളുടെ യഥാർത്ഥ കയറ്റുമതി എന്തായിരുന്നുവെന്നും പങ്ക് കച്ചവടക്കാർ ആരായിരുന്നു എന്നതും ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു. ആ കാലഘട്ടത്തിൽ പിണറായിയും ഫാരിസും തമ്മിൽ കടുത്ത ചെങ്ങാത്തത്തിലാണ് എന്നായിരുന്നു VS പക്ഷം അന്ന് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ. VS അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള അന്തചിത്രം മൂർച്ഛിച്ചു നിന്ന VS ഭരണകാലത്താണ് ജീർണതകളുടെ അഴുക്കു പുരണ്ട പണം സർക്കാരിന് വേണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ VS കളങ്കിത കച്ചവടക്കാരൻ ഫാരിസ് അബൂബക്കറെ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ച് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. പിന്നീട് മറ്റൊരു തട്ടിപ്പ് കേസിൽ കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിംഗപ്പൂർ കോടതി ഫാരിസിന് സമൻസ് അയച്ചതും അക്കാലത്ത് VS പക്ഷം വലിയ വാർത്തയാക്കിയിരുന്നു. അതിനിടയിൽ ഫാരിസ് ദീപിക പത്രത്തിൽ പണം മുടക്കി അതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് സഭയിലെ തന്നെ പലരും മുൻകൈയെടുത്താണ് ദീപിക ഫാരിസിൽ നിന്ന് തിരിച്ചു പിടിച്ചത്. എന്നാൽ VSന്റെ വെറുക്കപ്പെട്ടവനെ പിണറായി പിന്നീട് കൂടുതൽ ചേർത്ത് നിർത്തുന്നതും VSനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി കൈരളി ചാനലിൽ ഫാരിസിനെ വിളിച്ച് ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് ഫാരിസിന്റെ അഭിമുഖം എടുപ്പിച്ചു. പിന്നീട് ആ അഭിമുഖം കൈരളി വഴി പ്രക്ഷേപണം ചെയ്ത് ഫാരിസിനെ വെള്ളപൂശിയെടുക്കാനും മുൻപിൽ നിന്നത് പിണറായി തന്നെ. അക്കാലം മുതലുള്ള പല കൊടുക്കൽ വാങ്ങലുകൾ ഫാരിസുമായി പിണറായിക്ക് ഉണ്ട് എന്നാണ് PC ജോർജ് ഇന്നലെ ആരോപിച്ചിരിക്കുന്നത്. പിന്നീട് വിദേശ പൗരത്വം സ്വീകരിച്ച് വിദേശത്തേക്ക് കടന്ന ഫാരിസിന്റെ പേര് പിണറായിയുടെ 1ാം ഭരണകാലത്ത് മുഴങ്ങിക്കേട്ടത് കുന്നത്തുനാട് ഭൂമി വിവാദത്തിലാണ്. 2016 മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് തിരുവനന്തപുരത്തെത്തിയ ഫാരിസ് പിണറായിയെ രഹസ്യമായി കണ്ടതും പിൽക്കാലത്ത് വലിയ വിവാദമായിരുന്നു. ഫാരിസിന് അടുത്ത ബന്ധമുള്ള കമ്പനിക്ക് വേണ്ടി ജില്ലാ കളക്ടറുടെ വിലക്കിനെ മറികടന്ന് ചട്ടം മാറ്റിവെച്ച് 15 ഏക്കർ ഭൂമി നികത്താൻ പിണറായി സർക്കാർ അനുവാദം നൽകിയെന്നായിരുന്നു വിവാദം. വീണ്ടും ഇരുട്ടിലേക്ക് മറഞ്ഞ ഫാരിസ് ഇപ്പോൾ ഇതാ പിണറായിക്കെതിരെയുള്ള PC ജോർജിന്റെ വസ്തുനിഷ്ഠമായ ആരോപണങ്ങളിലൂടെ
മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അതീവ ഗുരുതര ആരോപണങ്ങളാണ് PC ജോർജ് മുഖ്യമന്ത്രിക്കും ഫാരിസ് അബൂബക്കർക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ ഉയർത്തിയിരിക്കുന്നത്. 2004 11 ജില്ലാ കമ്മിറ്റികൾ പിടിച്ചെടുത്ത് അജയനായി മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിന് പോയ VS അച്യുതാനന്ദനെ അവിടെ ക്യാമ്പ് ചെയ്ത് തോൽപ്പിച്ചത് ഫാരിസ് അബൂബക്കർ ആയിരുന്നു എന്നാണ് PC പറയുന്നത്. അങ്ങനെ 2004 മുതൽ തുടങ്ങിയതാണ് ഫാരിസും പിണറായിയും തമ്മിലുള്ള ദൃഢമായ ബന്ധമെന്നും PC ആരോപിക്കുന്നു. അതിനെ തുടർന്ന് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫാരിസിന്റെ നോമിനിയായി ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അതിനുവേണ്ടി വീരേന്ദ്രകുമാർ എന്ന മുതിർന്ന നേതാവിൽ നിന്ന് പിണറായി കോഴിക്കോട് സീറ്റ് പിടിച്ചെടുത്തുവെന്നും PC എടുത്തു പറയുന്നു. ഫാരിസിന്റെ നോമിനി എന്ന നിലയിൽ റിയാസുമായി പിണറായി സ്ഥാപിച്ച ബന്ധമാണ് ഇന്ന് മന്ത്രി എന്ന നിലയിലേക്കും മറ്റു മേഖലകളിലേക്കും വ്യാപിച്ചത് എന്നാണ് PC ആരോപിക്കുന്നത്. 2004 മുതൽ CPM-നെയും പിണറായിയും നിയന്ത്രിക്കുന്ന ഫാരിസ് അബൂബക്കർ എന്ന കളങ്കിത കച്ചവടക്കാരനാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന അപ്രഖ്യാപിത നിഴൽ മുഖ്യമന്ത്രി എന്ന PC ജോർജിന്റെ കടുത്ത ആരോപണം കേരള സമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാളെ കേരളത്തെ ഞെട്ടിപ്പിച്ചേക്കാവുന്ന പല കാര്യങ്ങളെയും മൂടിക്കിടക്കുന്ന ഐസ്ബർഗിന്റെ മേൽ പാളി മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ എന്നല്ലേ? അതെ, കേരളം ആശങ്കയോടെ കാതോർത്ത് കാത്തിരിക്കുകയാണ് എന്താണ് സത്യമെന്ന് അറിയാൻ.